ഹായ്, ഇന്ന് ഞാൻ താമക്കുട്ടനെ സ്കൂളിലാക്കാൻ പോയപ്പോഴത്തേക്ക് മാർക്കറ്റിൽ കയറിയായിരുന്നു കേട്ടോ. അപ്പോഴാണ് അവിടെ ഈ നെയ്മീൻ കണ്ടത്. എന്നാൽ പിന്നെ ഒന്ന് ഉച്ചയ്ക്ക് നെയ്മീൻ കറി ആക്കാമെന്ന് വിചാരിച്ച് നെയ്മീൻ വാങ്ങി. വേസ്റ്റൊന്നും അധികം ഇല്ലാതെ പെട്ടെന്ന് ക്ലീൻ ആക്കാൻ പറ്റിയൊരു ഫിഷാണ് കേട്ടോ നെയ്മീൻ. അപ്പോൾ അത് ക്ലീൻ ആക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാനിത് നന്നായിട്ട് കല്ലുപ്പൊക്കെ ഇട്ടരച്ച് തേച്ചപ്പോഴത്തേക്കില്ലേ അധികം ഒരുപാട് ഉളുമ്പൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ എനിക്ക് കഴുകിയെടുക്കാൻ പറ്റി കേട്ടോ. നല്ല വൃത്തിയായിട്ട് ഞാൻ കഴുകിയെടുത്ത്. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് മീൻ വറുക്കാനായിട്ട് ചെറിയൊരു മാരിനേഷൻ ചെയ്യാം. ആദ്യം കുറച്ച് മുളക് പൊടി, ഞാനിപ്പോൾ 3 സ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടണം. അതിലേക്ക് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം കൂടെ എടുക്കണം, എന്നാലേ പേസ്റ്റ് രൂപത്തിലാക്കി ഇട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ കുഴച്ച് നോക്കി. അപ്പോഴും ഇച്ചിരി കൂടെ തിക്കായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ലൂസ് ആവണം. അതിനുവേണ്ടി ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് മീനിലേക്കിട്ട് മീൻ നന്നായിട്ട് വെട്ടാം. ഞാനിപ്പോൾ ഇവിടെ 5 പീസ് എടുത്തിട്ടുള്ളൂ. താമക്കുട്ടന് വേണ്ടി മാത്രമാണ് വറുക്കുന്നത്. അപ്പോൾ അവന് വേണ്ടി മാത്രമുള്ളത്, ബാക്കിയുള്ളത് കറിയാക്കാമെന്ന് വിചാരിച്ച് ഞാൻ മാറ്റി വെച്ചേക്കാണ് കേട്ടോ. അങ്ങനെ ഈ 5 പീസ് നന്നായിട്ട് പുരട്ടി നമുക്കിതൊന്ന് എടുത്തിട്ട് കുറച്ച് എണ്ണയും കൂടെ അതിൻ്റെ മുകളിലൊന്ന് തൂവി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇരിക്കുമ്പോഴത്തേക്കും ആ എണ്ണയും മുളകും ഒക്കെ ആയിട്ട് നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും വറുക്കുമ്പോഴത്തേക്കും. ഞാൻ എപ്പോഴും മീൻ വറുക്കുമ്പോൾ ഇതുപോലെയാണ് പുരട്ടി വെക്കാറ് കേട്ടോ. ഇനി നമുക്കിതൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോഴത്തേക്കും ഈ മാരിനേഷൻ നന്നായിട്ട് മീനിൽ പിടിക്കും. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളും ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ വറുക്കാൻ നേരം ഒന്ന് മസാലയൊക്കെ തേച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നോക്കുക. നല്ല അടിപൊളിയായിരിക്കും, നമ്മൾ ചിക്കൻ വെക്കുന്ന പോലെ തന്നെ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.